എന്താ പരിപാടി? ഇപ്പൊ ചെയ്യാനാ? ഇതൊക്കെ ഇപ്പൊ ചെയ്യാൻ പോണതാ? ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി പുതുക്കാൻ പറ്റുകയാണ്. ഇതെന്താ മോളെ? ഇതിനകത്ത് എന്നിട്ട് വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. വീട് പണി കഴിഞ്ഞോ? പണിയാ? പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞിരിക്കണു വീടിൻ്റെ. വീടിപ്പോൾ ചെരിഞ്ഞാണ് കിടക്കണേ. ഇതെന്താ പരിപാടി? നീ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കണേ? സർപ്രൈസ് ഇതെന്തായാലും കപ്പ് പണിത്തത് നന്നായിട്ട്. ഇനി അപ്പുറത്തും ഇതേപോലെ അപ്പുറത്തെ കള്ളിയിൽ ഇതേപോലത്തെ ഒരു മെഴുകുതിരിണ്ടായിരുന്നു. കണ്ടെന്നറിയില്ലേ? ബാക്കിയുള്ള പുല്ലുകളൊന്നും കാണിക്കില്ലേ? അതൊക്കെ എൻ്റെ കലാവിരുദ്ധങ്ങളാണ്. എൻ്റെ കലാവിരുദ്ധല്ലേ? ഞാൻ ഇത്ര നാളും ഇവിടെ ഡെസ്ക് ഡെക്കറേറ്റിങ് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ അപ്പുറത്തോട്ട് എടുത്ത് മാറ്റി വെച്ചു. ഇനി ക്രിസ്മസ് ഡെക്കറേറ്റ്. ഇവിടെ എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണം മോളെ? ഹെൽപ്പ് വേണോ? ഹെൽപ്പ് ആരെങ്കിലും ഗാർലൻസൊക്കെ എടുത്ത് താഴേക്ക് അപ്പോഴേക്ക് ഞാൻ എൻ്റെ പണികളൊക്കെ നോക്കട്ടെ. എന്താ മോളും കുപ്പിയുടെ മൂടിയിൽ വർക്ക് ചെയ്തതാ? അത് ശരിക്കും ബ്ലാക്ക് ആയിരുന്നു. ക്രിസ്മസ് ആയപ്പോൾ അത് ബ്ലാക്കിൻ്റെ മേലെ കൂടെ പെയിൻ്റ് അടിച്ചിട്ട് അത് റെഡാക്കി. അത് തീർച്ചയായതുകൊണ്ട് ഒന്ന് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതിലെന്തൊക്കെയാ എൻ്റെ മോളെ? ആൾ താമസം ഉണ്ടോ? 8 കാലിയൊക്കെ ഉണ്ടാവും. എൻ്റെ മോളുണ്ടാക്കിയാലേ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത്. ഇതൊക്കെ അതിൻ്റെ വലുതും ഇഷ്ടമായി. ബുക്ക് വയ്ക്കാം. ഉള്ളിക്ക് കഴിഞ്ഞ പോലെ ഉണ്ടാക്കിയ ക്രിസ്മസ് കാർഡൊക്കെ ഇവിടെ താഴെയാണ്. അതൊക്കെ എടുത്ത് വെച്ചേക്കാം. അയാൾ എന്താ പ്രശ്നം വെച്ചില്ലേ? കളർ പേപ്പർ അല്ലേ, വേഗം കളറൊക്കെ പോയി. അതെ, ഈ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന സാധനം അതിൽ വെച്ച് ഞാൻ ഉണ്ടാക്കിയില് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ എന്നെ ഭയങ്കര എനിക്ക് ഇഷ്ടമായ ഒരു സാധനം എന്താ? എനിക്ക് വീട് ഇഷ്ടമായി. പിന്നെ വീട് കയ്യിൽ നിന്ന് പോയി. വീട് ഇഷ്ടമായി. പിന്നെ എൻ്റെ ചായക്കപ്പ് എടുത്തിട്ട് പണിത പണി എനിക്കിഷ്ടമായി. ചായ കുടിക്കാൻ വാങ്ങിയിട്ടല്ലേ, സംഭവം എന്നിട്ട് ഉപയോഗിച്ചില്ല എന്നല്ലേ ഉള്ളൂ. നന്നായിട്ടില്ലേ? നന്നായിട്ട് ഇഷ്ടമായി. ഇതെന്തോ സംഭവം? അത് തൂക്കിടാനുള്ള ഹാർട്ട്. ഇതെങ്ങനെ പേപ്പർ കൊണ്ട് പറ്റിയതാ? അത് പെയിന്റ് അടിച്ചതാ. പേപ്പറിൽ പെയിന്റ് അടിച്ച് പിന്നെയാണ് നമ്മൾ കളർ പേപ്പർ വാങ്ങി. അത് അതിൻ്റെ ഉള്ളിൽ വെച്ച കൊള്ളാം, സൂപ്പർ. അപ്പം നമ്മുടെ പകുതിയോളം പണി കഴിഞ്ഞ് നമുക്ക് ഇനി ഇതിൽ ഇത്രയും ചുറ്റാണ്ട് എനിക്ക് ഇത്തിരി കൂടി വലുപ്പമുണ്ടായിരുന്നു. പക്ഷേ ഈ അരങ്ങും ഗാർലൻസും അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ റൂമിൽ ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്ന ട്രീ. ആദ്യം നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ മേലുള്ള ഈ സാധനം അതങ്ങനെ ഊരി കൊടുക്കാം. നല്ല രസമുള്ള പരിപാടിയാണ് ഇങ്ങനെ ഊരി കൊടുക്കൽ. നല്ല പൊട്ടിച്ചൊട്ടിച്ച് കളയാറായിട്ടും രസമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒട്ടിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് താഴേക്ക് കൊണ്ടുവരണം. അതെന്ത് ചാർട്ട് പേപ്പർ അല്ലേ?
ഇത് കട്ടിയുള്ള ചാർട്ട് പേപ്പർ. അപ്പോൾ കട്ടിയുള്ള ചാർട്ട് പേപ്പർ വല്ലാണ്ട് ടൈറ്റിൽ ചുറ്റുണ്ടോ? കട്ടിയുള്ള ചാർട്ട് പേപ്പറിൽ വേണം പൊട്ടാണ്ട് നിൽക്കും. അതാണ് നല്ലത്. പിന്നെ ഏറ്റവും പാടുള്ള കാര്യം വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ താഴത്തെ ഡബിൾ ഒട്ടാണ്ട് നോക്കാം. അതാണ് ഏറ്റവും പാട്. താഴെ വരെ അത് ചുറ്റാനാ? താഴെ വരെ പച്ച ചുറ്റാൻ. ഇനി ഇതിലെന്ത് ചെയ്യോ കുഞ്ഞെ? ഇനി ഇത് ഫുൾ ചുറ്റിയതിന് ശേഷം എന്നിട്ട് ഇതിൻ്റെ മേലെ ഞാൻ കുറച്ചും കൂടി സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്റ്റാറിൻ്റെ മേലെ കുറച്ച് ബോളേ ഞാൻ എടുത്തുള്ളൂ. കുറച്ച് ബോള് മറ്റേ ടീമിൻ്റെ മേലെ ഞാൻ വെച്ചു. അപ്പോൾ അതിനി ഇതാക്കാം. അപ്പോൾ കുറച്ച് ബോൾ എടുത്തിട്ടുള്ളൂ. ആ ബോളാണ് ഇതിൽ ഒട്ടിക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത് ചുറ്റാൻ പോവുകയാണ്. ഇത് ചുറ്റാൻ ഫസ്റ്റ് കട്ട് ചെയ്ത് കളയണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓണാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് തോന്നും ഫസ്റ്റ് ക്രിസ്മസ് ആണ്. എല്ലാം ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് ഒന്നും ഇല്ല. എല്ലാ ആഘോഷവും ഇഷ്ടം തന്നെ. പക്ഷെ എന്നാലും ഓണവും ക്രിസ്മസും ഭയങ്കര ഇഷ്ടമാണ്. പൂരം അടിപൊളി. സത്യം പറഞ്ഞാൽ എല്ലാ ആഘോഷവും പാലിക്കുന്നുണ്ട്. ഇതിങ്ങനെ പറിച്ചറിയാൻ നല്ല രസമാണ്. പിന്നെ ചെറുതായിട്ട് ഇടയിൽ ഓട്ടം വരുന്നതിൻ്റെ സീരിയല്. കാരണം അതിൻ്റെ ഇടയിലൊക്കെ വെച്ച് നമ്മൾ ഈ ഓരോ ഡെക്കറേറ്റിംഗ് സാധനങ്ങളൊക്കെ എടുക്കുന്നില്ല. ഞങ്ങൾ ചുറ്റി 3 റാക്കായതുകൊണ്ടാണ് ചുറ്റി നമ്മൾ സെറ്റാക്കി എടുത്തു. അപ്പോൾ നമ്മുടെ സംഭവം തീർന്നിട്ട് ഇത് രസമുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ സ്ഥലം മാറ്റിയിട്ടുണ്ട്. കാരണം എനിക്ക് പിന്നെ തോന്നി അവിടത്തെക്കാട്ടിലും ബെറ്ററായിട്ട് ഇവിടെ ഞാൻ ഒരു രസം തോന്നി. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഡബിൾ ടാപ്പ് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇത് വെക്കാം. ഇങ്ങനെയാണ് വെക്കുക. ഇതെല്ലാവർക്കും അറിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് 2 എണ്ണം വെച്ച്. ഇനി നമുക്ക് ഇതും കൂടി വെക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെച്ച് ലാസ്റ്റത്തെ ബോൾ വെക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു ഗോൾഡൻ ഉണ്ടായിരുന്നു. ആ ഗോൾഡൻ കൊടുത്തിട്ട് നമുക്ക് പിങ്ക് എടുക്കുമായിരുന്നു. പക്ഷെ വേണ്ട, ഇപ്പം അതെന്തായാലും ആ ട്രീയിൽ ഒരു ഭംഗിയായിട്ട് കിടന്നിട്ട് ആ ട്രീയിൽ നമുക്ക് വീട്. അപ്പോൾ സിൽവർ, ബ്ലൂ, റെഡ്, ബ്ലൂ, ഗോൾഡൻ. കുഴപ്പമില്ലാണ്ടത് കാണുന്നുണ്ട്. പിന്നെ ഞാൻ ബോട്ടേക്കുള്ളൊരു ഇതാണ് കാണിച്ചത്. കാരണം ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയല്ല കാണുന്നത്. അപ്പോൾ അത് അത്ര മതി. ഇനി ഇത് കട്ട് ചെയ്ത് കളയാം. ശരിക്കും അതാണ് ഞാൻ ഉണ്ടാക്കിയത് ട്രീക്ക് വേണ്ടി. പക്ഷെ ഇപ്പോൾ എല്ലാം റെഡി ആയില്ലേ? നമ്മൾ ഇത്ര ഉള്ള മുടി നിങ്ങൾക്ക് ഉണ്ടാക്കി. റെഡിമെയ്ഡിന് പകരം ഞാൻ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ സ്റ്റാർ ഒട്ടിച്ചു. ഇനി നമുക്ക് ഈ കുറച്ച് സ്റ്റാർ കൂടി ഉണ്ട്, നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം അവിടെ. അപ്പം ഞാൻ എടുക്കുന്നു. അപ്പം എന്തായാലും അമ്മ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും. ഇതുവരെ നമ്മൾ ചെയ്ത കാര്യം പറഞ്ഞു കൊടുക്കും. തെറ്റിപ്പോയാൽ ഇമ്പോസിഷൻ എഴുതിക്കോ? എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോരോ കഴിവുകളുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി കണ്ടില്ലേ? അപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയായിരുന്നു നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നെ. അന്നേരം ഉണ്ണിയിട്ടിപ്പോൾ നമുക്ക് ബാക്കി പണിയെടുക്കാൻ വീഡിയോ എടുക്കാൻ തന്നെ ആരുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് 2ാമത്തെ ദിവസമാണ്. ഇന്നലെ ഒരു 2 മണിയൊക്കെ ആറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഇന്നാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷേ ഇന്ന് രാവിലെ വീഡിയോ എടുക്കാൻ പറ്റില്ല. രാവിലെ ഞാൻ ബാക്കി പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഡെസ്ക് ഡെക്കറേറ്റിംഗ് ആണ് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ സന്തോഷമായി. ഞാൻ ആഗ്രഹിച്ച പോലെ ഞാൻ എൻ്റെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഈ സ്നോമാനെ ഞാൻ ഒരിക്കലും വിചാരിച്ചു ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ക്യൂട്ടായി പോയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതെന്താ ഇങ്ങനെ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ഷോർട്സ് ആക്കി ഞാൻ ഉണ്ടാക്കുന്നൊക്കെ ഇടാൻ വിചാരിച്ചത്. പക്ഷേ അതിന് പറ്റിയില്ല.
ഇതുപോലെ ഞാൻ എൻ്റെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ സ്നോമാനെ ഞാൻ ഒരിക്കലും വിചാരിച്ചു ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ക്യൂട്ടായി പോയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതെന്താ ഇങ്ങനെ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ഷോർട്സ് ആക്കി ഞാൻ ഉണ്ടാക്കുന്നൊക്കെ ഇടാമെന്ന് വിചാരിച്ചത്, പക്ഷേ അതിന് പറ്റിയില്ല. അത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുതരാം. ഇതിൽ കൂടുതൽ ഞാൻ റെഡിമെയ്ഡാണ്. റെഡിമെയ്ഡ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. എന്താ കുറച്ച് മാത്രമാണ് വാങ്ങിച്ചതായിട്ടുള്ളൂ. മേലോട്ടൊന്നും നിങ്ങൾ നോക്കണ്ട, ഉണ്ടാക്കി അതാ കണ്ടത്. അപ്പം ഈ സ്നോമാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഒരു തുണിയാണ്, സ്പോഞ്ച് പോലത്തെ തുണി. ആ സ്പോഞ്ച് തുണിയുടെ ഉള്ളിൽ കുറച്ച് പനി വയ്ക്കണം. എന്നിട്ട് ആ പനി അതെല്ലാം ഇങ്ങനെ അറ്റങ്ങൾ കൂട്ടിയിട്ട് അവിടെ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇടണം. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള മൂലകൾക്ക് ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിൽ വീണ്ടും പനി കുത്തി തിരകി വീണ്ടും അത് അതിൻ്റെ മേൽക്കൂടെ ഒരു എന്തെങ്കിലും ബെണ്ണ് കെട്ടിയുള്ളൂ. കണ്ട ബെണ്ണ് കെട്ടിയതായിരിക്കും നല്ലത്. റബ്ബർ ബാൻഡ് ബെണ്ണ് കെട്ടണം. എന്നിട്ട് അതിൻ്റെ മേലാണ് പണി. അടുത്തതാണ് പണി. മേലോട്ടല്ലേ, അടുത്തതാണ് പണി. അതിൻ്റെ തൊപ്പി വയ്ക്കൽ. തൊപ്പി ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് തന്നെ. ഞാൻ ആദ്യം വിചാരിച്ച് ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള മാജിക്കിൻ്റെ ഒരു ഷോപ്പിയുണ്ട്. പിന്നെ വിചാരിച്ച് ഇത് മതിയായിരുന്നു, കാരണം അങ്ങനെ ചെയ്യാനൊക്കെ ആയിരുന്നു. പക്ഷെ അപ്പം അത് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇത് ഇഷ്ടമായി. പിന്നെ ഇനിയിപ്പോൾ നേരത്തെ അതും കൂടി വെക്കണം. ഇത് വെച്ചപ്പോൾ നല്ല രസം തോന്നി. അപ്പം ഞാനതാ ഞാൻ ആലോചിച്ചത്. പിന്നെ വിചാരിച്ച് ഇതന്നെ മതി, ഇതന്നെ നല്ല രസമുണ്ട്. അപ്പം സ്നോമാനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു. എന്നുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ ഞാൻ സ്വന്തമായിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് പിന്നെ നമ്മൾ സ്റ്റാർ മാറ്റി വേറെ വെച്ചു. ഓക്കെ, പിന്നെ ആ സൈഡിൽ വെച്ചതെന്ന് വെച്ചാൽ എനിക്ക് അതിനോടൊരു താല്പര്യം നോക്കി. പിന്നെ എന്തുകൊണ്ട് ഇനി ക്രിസ്മസ് കഴിയുമ്പോൾ ആ ട്രീ നമ്മൾ ഇവിടെ കൊണ്ടുവയ്ക്കുന്നതായിരിക്കും. എനിക്ക് എന്താ പറയുക, ക്രിസ്മസ് കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ ഒരു മാസത്തിന് ശേഷം ആയിരിക്കും, ഒരു 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഞാൻ വീണ്ടും പുതിയൊരു ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പം എന്തായാലും ഇനി നമുക്ക് മേലോട്ട് പോകാം. മേലോട്ട് പോകുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് സർപ്രൈസ് പോലെ പോയാലോ? അമ്മ ഞാൻ ലേറ്റ് എത്തിച്ചപ്പോൾ നല്ല വൈബായിട്ട്. അപ്പം ഇതാണ് നമ്മുടെ വോൾ. ഏറ്റവും ഇഷ്ടമായത് എനിക്ക് അമ്മയ്ക്കൊക്കെ ഏറ്റവും ഇഷ്ടമായതാ ഈ ഗാർലൻഡാണ്. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയായിരുന്നു. ഗാർലൻഡൊക്കെ നമുക്ക് പറയാം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അപ്പം ഇത് കുറേ വൈറലായ ഒരു സാധനമാണ്. അപ്പം ചിലവർ ഇങ്ങനെ 2-3 വെച്ച് ചെയ്യുള്ളൂ. ഞാൻ വിചാരിച്ചു ഒരു 20 വെച്ചാൽ മതി പൊളിക്കാം. ഇത് കറക്റ്റ് 20 കുറച്ച് നേരം കണ്ടെടുത്ത് അവർ വേണമെങ്കിൽ എഴുതി നോക്കട്ടെ. കറക്റ്റ് 20 സംശയിക്കണ്ട. അപ്പോൾ കറക്റ്റ് 20 പിന്നെ ഞാൻ ഈ ഒരു സോക്സ് ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ചാട്ടിൽ വെച്ചിട്ട് അതുണ്ട്. അത് പിന്നെ ഞാൻ 2 ഇങ്ങോട്ടും 2 അങ്ങോട്ടും ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ താഴെ ഇങ്ങനെ കിടക്കുന്ന പോലെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് പണി തുടങ്ങിയത് എവിടെ നിന്നാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഞാൻ ഇതെല്ലാത്തിൽ നിന്നും തുടങ്ങിയത് വോളിൽ നിന്നായിരുന്നു. വോളിൽ തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ ഇതാണ് വെച്ച് എന്നിട്ട് വെക്കുന്നിട്ട് ഇവിടെ ഒന്ന് നോക്കുക. കറക്റ്റ് അല്ലേ? എനിക്ക് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് കുറഞ്ഞു പോലെ ഒരു ഭാഗത്ത് കൂടി നിൽക്കരുത്, അങ്ങനെയായിട്ട് എല്ലാം കറക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ. അപ്പോൾ അതുണ്ട്. അത് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു റീത്ത് വെച്ചു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റേഴ്സ് വെച്ചു. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് ഈ പോസ്റ്റർ കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സെക്കൻഡ് ഇത്, തേർഡ് ഇത്, ഫോർത്ത്. അമ്മയ്ക്ക് എങ്ങനെ? അമ്മയ്ക്കെല്ലാം ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ ആ പോസ്റ്റേഴ്സ് വെച്ചു. നമുക്ക് ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തതൊക്കെ. ഇതൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങനെ പിടിച്ചില്ലെങ്കിലും എനിക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതും പിന്നെ ഇതൊക്കെ. പിന്നെ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ പോസ്റ്റേഴ്സ് വാങ്ങാണ്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതിങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ പോസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം വാങ്ങണതിനെക്കാട്ടിലും നല്ലതാണ്. ഞാൻ വാങ്ങുന്നത് വെച്ചാൽ പിന്നെ ചോദിച്ചു ഉണ്ടാക്കാൻ. അപ്പോൾ കുറേ യൂട്യൂബിലൊക്കെ കണ്ടു. പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയതൊക്കെ ഇതുപോലെ ഞാൻ നോക്കിയതാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ ഉണ്ടാക്കിയത് പിന്നെ സാധാ മെരി ക്രിസ്മസ് അത് എന്തായാലും വേണമല്ലോ ഒരു ഭാഗത്ത്. പിന്നെ ഞാൻ സ്വയം ഉണ്ടാക്കിയ ഫോട്ടോ ഫ്രെയിമാണ്. അത് ഉള്ളിൽ കൂടെ മാറ്റി വേറെ വയ്ക്കാം.
മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ വേണ്ട. ഇതൊരു സ്റ്റിക്കറാണ്. ഇത് എന്താ കാര്യം അറിയാം, നോക്കി ഈ സാധനം കണ്ട. ഇതുണ്ടാക്കിയപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതും വയറിലൊരു സംഭവം തന്നെയാണ്. അത് ഉണ്ടാക്കാനെങ്കിൽ സെലോ ടേപ്പ് വെച്ചിട്ട്, സാധാ സെലോ ടേപ്പാണ്, മറ്റേ വലിയ സെലോ ടേപ്പില്ലേ ബ്രൗൺ കളർ, അത് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഹാർട്ട് വെച്ചിട്ട് ബ്ലേഡ് കൊണ്ട് മുറിക്കണം. മുറിച്ചതിന് ശേഷം അതിൻ്റെ പുറത്തിൽ കൂടെ പെയിൻ്റ് അടിക്കണം. പുറത്തിൽ കൂടെ പെയിൻ്റ് അടിച്ചതിന് ശേഷം അതിങ്ങനെ വലിച്ച് വരണം. അത് നല്ല രസമാണ് വലിച്ച് വരുന്നത്. ആ സ്റ്റിക്കറാണ് ഇതാ ഇരിക്കുന്നത്. അതിൻ്റെ ചുറ്റും മാത്രമേ പെയിൻ്റൊക്കെ ഉണ്ടാകുക. പിന്നെ ഞാൻ പെയിൻ്റ് ഉള്ളിലൂടെ അടിച്ചെടുത്തു. എന്താ പറയാ, ഒന്നും പറയില്ല, പൊളിയാണ്. നമുക്ക് ഈ പകുതിയായിട്ട് ഇഷ്ടപ്പെട്ട ഈ സാധനത്തെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ അത് പറയും. നല്ല ക്യൂട്ടായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതാണ്. ഇതിലെല്ലാത്തിലും ഇത് ഞാൻ ഓൾറെഡി വെക്കണം വിചാരിച്ചത്. ഞാൻ അതിന് വിചാരിച്ച് ക്രിസ്മസിന് മുറ്റത്തേക്കുമ്പോൾ അപ്പ വെക്കണം, പക്ഷെ അപ്പം ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അപ്പം വിചാരിച്ച് ഞാൻ ഇത് വീട്ടിൽ വെച്ച് ഇവിടെ വെക്കണം. അപ്പം നമുക്ക് സ്റ്റാറിനോട് ഒട്ടിക്കാണ്ടത് ഒട്ടിക്കാം. അത് അവിടെ ഒട്ടിക്കാം. ഞാൻ ഇവിടെ വിചാരിച്ചു, ഞാൻ ഇവിടെ ഒട്ടിച്ചാൽ പോരാമോ? ഒട്ടിച്ചോ. അവിടെ ഒട്ടിച്ചാൽ രസം എനിക്ക് തോന്നി. ശരിക്കും തൂക്കിയിടാനും പറ്റും. എനിക്കെങ്ങനെ ഒട്ടിക്കുന്നതോടനായിരുന്നു താല്പര്യം. ഒട്ടിക്കാനാണ് നമുക്ക് എവിടെയെങ്കിലും ഒട്ടിക്കാം, അങ്ങനത്തെ ഒരു കാര്യമുള്ളതുകൊണ്ട്. ഡബിൾ ടാപ്പിൻ്റെ കാര്യം പിന്നെ പറയണ്ട, ഇതെല്ലാം ചെയ്തു വന്നപ്പോഴേക്കും ഡബിൾ ടാപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഡബിൾ ടാപ്പ് എന്തിനാ ഉപയോഗിച്ചെന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടല്ലോ, അത് ഈ താഴെ ഒളിപ്പിച്ച് വെച്ച് ഞാൻ എന്താ വെച്ചാൽ അതെങ്ങാനും ഇപ്പോൾ ഈ സാധനം അതെങ്ങാനും പൊട്ടി വീണാന്ന് വിചാരിച്ചിട്ട് കണ്ട. കാണാൻ നല്ല ഭാരമുള്ള സാധനങ്ങളുണ്ട്, പക്ഷെ എനിക്ക് തൂക്കുന്ന സാധനമാണ്. പക്ഷെ അടുത്ത വർഷം നമുക്ക് ഇനിയും ഇതാക്കാം. അപ്പോഴേക്ക് നമുക്ക് തൂക്കണ സാധനമൊക്കെ വന്നു. പിന്നെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറഞ്ഞ ചിലവില് ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അധികം റിച്ച് ആയിട്ടല്ലേ ഇതൊന്നും ഉണ്ടാക്കിയത്, ചെറിയൊരു ഇതിലാണ്. എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് നമ്മളിവിടെ പിടിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഉള്ളിലിട്ടാൽ പിന്നെ തീർന്നു. അപ്പോൾ ഞാൻ ഒട്ടിക്കാൻ പോകുന്നു. അപ്പോൾ ഇന്നലെ പകുതിയാക്കി വെച്ച ട്രീയാണ് ഇതായി കാണും. കുറേ നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഇതാക്കി. പിന്നെ കുറച്ച് താഴെ സ്നോയൊക്കെ പോലെ എഫക്റ്റ് ഉണ്ട്. പിന്നെ ഈ കുറച്ച് പേപ്പറൊക്കെ കിട്ടിയത്. പിന്നെ മേലെ നമ്മൾ സ്റ്റാർ വെച്ചാൽ അത് ഇതുപോലെ കുത്തി വയ്ക്കാൻ പറ്റില്ല, കാരണം ഇത് ചാർട്ടേ. അപ്പോൾ അത് ഞാൻ അവിടെ ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്തത്. ഡബിൾ ടാപ്പ് കൊണ്ട് നിൽക്കണില്ല. അപ്പം ഞാൻ സെലോ ടേപ്പൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തു. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്കൊരു കാര്യം വെച്ചാൽ പോയി. ഇതെന്താണെന്ന് അറിയാം, ഇത് മറ്റേ പിസ്തയുടെ തൊണ്ടാണ്. അതിൻ്റെ മേലെ പെയിൻ്റ് അടിച്ചതാണ്. ഇത് വെള്ളയുണ്ട്, കണ്ട വെള്ളയുണ്ട്, റെഡും ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. എന്തായാലും എനിക്കിതൊന്നും മാറ്റാന്ന് തന്നെ തോന്നുന്നില്ലേ. അപ്പോൾ അതാണ് പിസ്ത വെച്ചിട്ട് അവിടെ ഒരു ബോക്സിൽ തോലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെ. ഇതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെക്കും, ഇങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ അതിടാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടാവും. എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ വീഡിയോ വരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മളൊന്നും കാണിച്ചിട്ടില്ലേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ പറയുന്നത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് മാത്രം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ വരുന്നെങ്കിൽ ബൈ. അപ്പോൾ ഞാനൊരു സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ട് ഒരു പച്ച കളർ സ്റ്റാറാണ്. അപ്പോൾ